46-ാമത്തെ ജന്മദിനം, അതോടൊപ്പം അത്യാനന്ദ സരസ്വതി സ്വാമികളുടെ സമാധി വാർഷികം എല്ലാം ആഘോഷിക്കുന്നതായ സുന്നത്തിലാണല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇവരെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ പരമ്പരയിലേക്ക് രാമാനന്ദനാഥ ചൈതന്യജി ചേരുകയാണ് ഈ സന്ദർഭത്തിൽ ചെയ്തിട്ടുള്ളത്. സന്യാസ ദീക്ഷ വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ നാമധേയം സ്വാമി ഹനുമത് പാദാനന്ദ സരസ്വതി എന്നായിരിക്കും. കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതീ ജതേന പാര സച്ഛസുഖസാഗരേസ്മിൻ ലീനം വരേ പ്രഭൃണിയസ്യ ചേതാഹ എന്നാണ് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഈശ്വരാശ്രയ ബുദ്ധിയോട് കൂടിയിട്ട് തീരുകയാണ് എങ്കിൽ, ആ ദൃഢവൃത്തത്തോടു കൂടിയിട്ട് അതിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ കുലം പവിത്രമായിട്ട് തീരും. ജനനി പ്രസവിച്ചതായ അമ്മ കൃതാർത്ഥയായിട്ട് തീരും. വസുന്ധര പുണ്യവതീ ജതേന, ആ ഒരു കാരണം കൊണ്ടിട്ട് ആ ഭൂമി തന്നെ പവിത്രമായിട്ട് തീരും എന്ന് പറയുന്നു. അപ്പം ആ ഒരു മഹത്തായ ചടങ്ങാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ലോകത്തിൽ നമുക്ക് ആശ്രയിക്കാനായിട്ടുള്ളത് ഈശ്വര ചൈതന്യം എന്ന് മാത്രമാണ്. ബാക്കി പലതിനെയും സ്വീകരിച്ചുകൊണ്ട് പല കാര്യങ്ങളുമായിട്ട് ലോകത്തിൽ നമ്മളെല്ലാവരും വ്യാപരിക്കുന്നുണ്ടെങ്കിലും അത് ആപേക്ഷികമായിട്ട് മാത്രമേ നമ്മളോട് കൂടിയിട്ട് നിൽക്കുകയുള്ളൂ. അനന്തമായ സാധ്യതകളോട് കൂടിയിട്ട് നിത്യനൂതനമായിരിക്കുന്നത് ഈശ്വരൻ മാത്രമാണ് എന്നറിയും. ആ ഈശ്വരപാദങ്ങളെ പ്രവർത്തനത്തോടു കൂടിയിട്ട് സ്വീകരിക്കുകയും അതിനെ അനുസന്ധാനം ചെയ്യാനും സാധിക്കുക, അത് തന്നെയാണ് മനുഷ്യജന്മത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാഭം നമുക്ക് ലഭിക്കണമെങ്കിൽ ശതകോടി ജന്മസുഹൃത്തൈ, ജന്മങ്ങളിൽ ചെയ്തുള്ള സുഹൃതം കൊണ്ടും പുണ്യം കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹനുമത് പാദാനന്ദ സരസ്വതി സ്വാമികൾക്ക് അത്തരത്തിലുള്ളതായ ഉപാസനകൾ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. ആ ഉപാസനയ്ക്കനുസരിച്ചുകൊണ്ട് അദ്ദേഹം പൂർത്ത കർമ്മങ്ങളെ നിർവഹിച്ചുകൊണ്ട് ഇപ്പോഴും ലഭിക്കുന്നു. അതോടൊപ്പം പൂർണ്ണമായ ദൃഢവ്രതത്തോടു കൂടിയിട്ട് ഭഗവാനെ ആശ്രയിക്കണം. ഭഗവാന്റെ സേവകനായിട്ട് സാക്ഷാൽ ആഞ്ജനേയ സ്വാമികൾ ഏത് തരത്തിലാണോ പ്രവർത്തിച്ചത് അതുപോലെ പ്രവർത്തിക്കണം. അതാണ് ജീവിതത്തിൻ്റെതായ പരമമായ ലക്ഷ്യമെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു സന്ദർഭമാണ് നമ്മുടെ എല്ലാവരെയും സാക്ഷിത്വത്തിൽ അല്ലെങ്കിൽ നമ്മളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പൂർണ്ണമായ വിജയം വരിക്കാനും അനന്തമായ സാധ്യതകളിലേക്ക് എത്താനും അവരുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ലോകത്തെ സത്കർമ്മങ്ങൾ ഭൂരിയായിട്ട് അനുഷ്ഠിക്കാനും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, അതിന് പ്രാർത്ഥിക്കാം. മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്നുള്ളതായ ദീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ളതായ യുഗജീവ മറ്റ് കാര്യങ്ങളൊക്കെ നടക്കും. ആ സന്ദർഭത്തിൽ നമുക്ക് ചിന്തിക്കാം. ഹരിയോ ഹരിയോ. സ്വാമിജി രണ്ട് വാക്ക് എന്നോട് സംസാരിക്കും. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, വ്യക്തിപരമായിട്ട് ചിന്തിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സങ്കല്പത്തിലും മുഹൂർത്തത്തിലുമാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം പൂജനീയ ഗുരുനാഥൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളെ ആദ്യമായിട്ട് ഞാൻ സ്വശരീരത്തോടുകൂടി കാണുന്നത് 2003-ലാണ്. 2000 മുതൽ സ്വാമിജിയുടെ ധ്യാനശ്ലോകം ജപിക്കുകയും, എന്നാൽ അത് സ്വാമിജിയുടെ ധ്യാനശ്ലോകമാണെന്ന് അറിയാതെ 3 വർഷത്തോളം നിരന്തരമായിട്ട് സ്വാമിജിയുടെ സങ്കല്പത്തിൽ ജീവിക്കാൻ സാധിക്കുകയും ചെയ്തതിന് ശേഷമാണ് സ്വാമിജി നേരിട്ട് കാണുന്നത്, ശരീരത്തോട് കാണുന്നത്. 2003-ൽ സ്വാമിജിയെ ശരീരത്തോട് കാണുകയും കേവലം 3 വർഷങ്ങൾക്കപ്പുറത്ത് സ്വാമി മഹാസമാധിയിൽ നിലയം പ്രാപിക്കുകയും ചെയ്തു. പിന്നീട് ബ്രഹ്മപാദാനന്ദ സ്വാമിയാണ്, അഥവാ നമ്മുടെ ഭൂസ്വാമിയാണ് എന്നെ സംബന്ധിച്ച് ഗുരുസ്ഥാനമായി നിന്നുകൊണ്ട് മാർഗനിർദ്ദേശം നൽകിയതും വേണ്ടതായിട്ടുള്ള എല്ലാ അനുഷ്ഠാന പദ്ധതികളും ചിട്ടപ്പെടുത്തിയതുമൊക്കെ അദ്ദേഹമാണ്. അദ്ദേഹം കഴിഞ്ഞ സമാധിക്ക് മുമ്പ്, സമാധിക്ക് 3 മാസം മുമ്പ് തന്നെ സന്യാസ ദീക്ഷയുടെ കാര്യങ്ങൾ സംസാരിക്കുകയും അതിൻ്റെ അനുഷ്ഠാന പദ്ധതികളും ദീക്ഷാനാമവും ഉൾപ്പെടെ നൽകുകയും കഴിഞ്ഞ ഗുരുപൂർണിമ ദിവസം അതിൻ്റെ ക്രിയകൾ പൂർത്തീകരിക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നതാണ്. അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, ഇവിടെ വണ്ടൂർ ആശ്രമത്തിൽ വെച്ച് വിരജാഹോമം ചെയ്തുകൊണ്ടായിരിക്കണം സാമ്പ്രദായികമായിട്ട് സന്യാസ ദീക്ഷ സ്വീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ മഹാസമാധിക്ക് ശേഷം ഫെബ്രുവരി 31 സമാധിസ്ഥനായതിനു ശേഷം ഈ സന്യാസ ദീക്ഷാ ക്രിയകൾ ഏത് രീതിയിലാണ് നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് സംഭോജ്യ വിശേഷങ്ങൾ സ്വാമിയുമായിട്ട് നേരെ വിഷയം സംസാരിക്കുകയും അദ്ദേഹം സംഭോജ്യ സ്വരൂപാന സ്വാമിയുമായിട്ട് ഇതിന് വേണ്ട ക്രിയകൾ അദ്ദേഹത്തിന് നടത്തുമെന്ന് സാധിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു പുണ്യ മുഹൂർത്തം ഓർക്കുമ്പോൾ
പൂജനീയ ബ്രഹ്മപാദാന സ്വാമി നിർദ്ദേശപ്രകാരമുള്ള എല്ലാ ക്രിയകളും പൂർത്തീകരിച്ചുകൊണ്ട് ഈ മഹത്തായിട്ടുള്ള ഋഷീശ്വരന്മാരെ അവരുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് അവരുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയിട്ട് ഈ ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടുത്തൊരു പടിയിലേക്ക് ഉയരുവാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയുടെ സങ്കല്പത്തിൽ നൽകണമെന്നും ഈ മഹാഗുരുക്കന്മാരുടെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള അനുഗ്രഹം ഭഗവാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് സങ്കല്പിക്കുന്നു. ജയ സീതാറാം.